വിവിപാറ്റ് മെഷീനുകളുടെ പ്രവർത്തനം സംബന്ധിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വ്യക്തത തേടി സുപ്രീംകോടതി. ഇക്കാര്യം വിശദീകരിക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഹാജരാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിലില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ നിന്നാകും ഇടതിന് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുക. KK ശൈലജയ്ക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം UDF പ്ലാൻ ചെയ്തതെന്നും MV ഗോവിന്ദൻ. രാജ്യത്ത് BJPക്കെതിരായ അടിയൊഴുക്ക് ശക്തമെന്ന മല്ലികാർജ്ജുൻ ഖാർഗെ. തൊഴിലില്ലായ്മയാണ് പ്രധാന പ്രശ്നം, പക്ഷേ മോദി മിണ്ടുന്നില്ല. വാഗ്ദാനങ്ങൾ നൽകലാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. ആലപ്പുഴയിൽ ചതുഷ്കോണ മത്സരമാണെന്ന് ശോഭാ സുരേന്ദ്രൻ. 3 മുന്നണി സ്ഥാനാർത്ഥികളും ഒരു വശത്ത് ചില മാധ്യമങ്ങളുമാണ്. കുറിക്കമ്പനിക്കാരന്റെയും ദല്ലാളിന്റെയും ഒക്കെ കുറ്റിയെടുക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ. റോബർട്ട് വാദ്രയ്ക്കായി അമേഠിയിൽ ബോർഡുകൾ. ഗൌരിഗഞ്ചിലെ കോൺഗ്രസ് ഓഫീസിന് പുറത്താണ് ഇന്ന് പുലർച്ചെ 3 ബോർഡുകൾ സ്ഥാപിച്ചത്. അമേഠിയിൽ വാദ്ര മത്സരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകളാണ് സ്ഥാപിക്കപ്പെട്ടത്. മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ഒരു പിന്നാക്കക്കാരൻ പോലുമില്ല, ഒരു ദളിതനില്ല, ഒരു ആദിവാസിയില്ല. 90% പ്രതിനിധികൾ ഇല്ലാതെയാണ് പ്രവർത്തനമെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്താത്ത ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് ഡ്യൂട്ടിക്ക് എത്തിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഇളവ് നൽകും. ബാക്കിയുള്ളവർ കൃത്യമായി ഡ്യൂട്ടിക്ക് എത്തണം. ഇല്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി ജില്ലാ കളക്ടർ NS ഉമേഷ്.